ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോണത് ഒരു അടിപൊളി ഹാങ്ങിങ് പ്ലാന്റർ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഒട്ടും ചിലവില്ല, നമ്മൾ വേസ്റ്റാക്കി കളയുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നൊക്കെ നോക്കാം. അതിന് മുന്നേ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ഓണാക്കി കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ അറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി വീഡിയോ കാണാം. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള സാധനങ്ങളാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലത്തെ 2 പെയിൻറ്റ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വേസ്റ്റാക്കി കളയുന്നതാണല്ലോ, അപ്പോൾ ഇതിങ്ങനെയൊക്കെ റീയൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ നമ്മളിതാ ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 3ആണ് മെയിനായിട്ട് ഇതിലുള്ളത്. പിന്നെ ഇതാ ഈ ഒരു കയറും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ മാക്രൈം ത്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ചൂടിക്കയറും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ഏത് കയറ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ ഈ ഒരു 4 സാധനങ്ങളാണ് ഇതിന് വേണ്ടത് മെയിനായിട്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ബോട്ടിലിൻ്റെ മൂടി തുറന്നിട്ട് നമ്മളത് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ അത് നമ്മൾ അടച്ചാലും ചിലപ്പോൾ പൊട്ടി മിക്സൊക്കെ ഫില്ലാക്കുമ്പോൾ തുറന്നു പോരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ ബോട്ടിലിൻ്റെ ചുറ്റുഭാഗം എന്തെങ്കിലും കത്തി എന്തെങ്കിലുമൊക്കെ ചൂടാക്കിയിട്ട് ഹോളിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ വലിയൊരു ഹോളും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ അങ്ങനെ ഇത് നമ്മൾ മുഴുവനായിട്ട് ഇങ്ങനെ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെയാണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് മറ്റേ ബോട്ടിലും ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് ഈ ഒരു ബോട്ടിൽ നമ്മളിതാ ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് മറ്റേതിൻ്റെ പോലെ തന്നെ ചുറ്റുഭാഗം ഹോളിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇങ്ങനെയാണുള്ളത്. ഇനി ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ കയറെടുത്തിട്ട് നമ്മളിത് ഇങ്ങനെ കെട്ടി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു 2 ഭാഗത്തായിട്ട് ഇങ്ങനെ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ കയറെടുത്തിട്ട് കെട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കയറെടുക്കുമ്പോൾ 2 ഭാഗത്ത് എടുക്കുന്ന കയറിൻ്റെ അളവ് ഒരേപോലെ ആയിരിക്കണം, അത് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ശരിക്കും അതിൻ്റെ ആ ഒരു കറക്റ്റ് പൊസിഷനിൽ അത് നിൽക്കില്ല. അപ്പോൾ 2 ഭാഗത്ത് നമ്മൾ എടുക്കുന്ന കയറിൻ്റെ അളവ് ഒരേപോലെ ആവാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ കെട്ടി കൊടുക്കുകയാണ്. ഇനി മറ്റേ ബോട്ടിലെടുത്തിട്ട് ഈ കയറ് അതിൻ്റെ ബാക്കിലായിട്ട് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ട് 2 ഭാഗം ഒരേ ഒരു ഹൈറ്റിൽ വരുന്ന പോലെ കെട്ടിക്കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ ഞാനിത് ഇങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത്. ഇനി നമ്മൾ ആ നേരത്തെ എടുത്തിട്ടുള്ള ആ ബോട്ടിൽ ഇതിൻ്റെ അടിയിലായിട്ടാണ് കെട്ടി കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് കെട്ടിയെടുക്കാം.
അപ്പോൾ അതും കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി മുകളിലത്തെ ബോട്ടിലിൻ്റെ 2 സൈഡിലും കൂടെ കയറ് കെട്ടി കൊടുക്കാനുണ്ട്. അത് നമ്മൾ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടെ കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഇതിൻ്റെ ബോട്ടിലിൻ്റെ പണികളൊക്കെ പൂർത്തിയാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ആ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനിവിടെ ഹാങ് ചെയ്തിട്ടതാണ്. ഇനി നമുക്കിതിൽ പോട്ടി മിക്സൊക്കെ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാനിതവിടെ പോട്ടി മിക്സ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കൊക്കോ പീറ്റും അതുപോലെ ചാണകപ്പൊടിയും ഒരു ഇത്തിരി മണ്ണും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഹാങ്ങിങ് പ്ലാന്റിൽ മെയിനായിട്ട് പോട്ടി മിക്സ് എടുക്കുമ്പോൾ നമ്മൾ മണ്ണ് കുറച്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ വെയിറ്റ് കൊണ്ട് പൊട്ടി വീഴാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാ ബോട്ടിലും പോട്ടി മിക്സൊക്കെ ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെടികൾ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ബോർഡർ ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. ബോർഡർ ഗ്രാസ് അല്ലെങ്കിൽ സ്റ്റാർ ഗ്രാസ് എന്നൊക്കെ പറയുന്ന ഇത് നമുക്ക് വേഗം പിടിപ്പിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു തുമ്പ് കിട്ടിയാൽ തന്നെ നമുക്ക് വെച്ച് കൊടുത്താൽ വേഗം ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ചുറ്റുഭാഗം വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്ലാന്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി അതൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ചെറിയ ഹോൾ ഇട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലൂടെയാണ് ഈ ബോർഡർ ഗ്രാസ് വെച്ച് കൊടുക്കുന്നത്. വലിയ ഹോൾ ഇട്ടതിൽ നമ്മൾ വേറൊരു പ്ലാന്റും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചുറ്റുഭാഗം നല്ല തിക്കായിട്ട് തന്നെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ബോട്ടിലിൻ്റെ ചുറ്റുഭാഗം ഈ ഒരു ബോർഡർ ഗ്രാസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ താഴത്തുള്ള ബോട്ടിലൊക്കെ ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നല്ല ഭംഗിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് നിർത്തുകയാണ് ഒരുപോലെ. ഇനി ഇത് നന്നായിട്ട് വേരൊക്കെ പിടിച്ച് കഴിഞ്ഞാലാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഭംഗി അറിയുക. അപ്പോൾ ശരിക്കും ഈ ഒരു ബോട്ടിലൊന്നും കാണാതെ നല്ല തിക്കായിട്ട് തന്നെ നിറഞ്ഞ് നിൽക്കും. ഇപ്പോൾ നമ്മൾ വെച്ചിട്ടല്ലേ ഉള്ളൂ, അതിൻ്റെ ആ ഒരു വാട്ടൊക്കെ 2 ദിവസത്തിന് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ 3 ബോട്ടിലും ഈ ഒരു ബോർഡർ ഗ്രാസ് ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഒരു സെൻട്രലായിട്ട് വെച്ച് കൊടുക്കുന്നത് ഈ ഒരു സ്പൈഡർ പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ഈ 3 ബോട്ടിലും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുകളിലത്തെ ബോട്ടിൽ നമ്മൾ സ്പൈഡർ പ്ലാന്റ് ഒക്കെ വെച്ച് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള ബോട്ടിലും കൂടെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ ബോട്ടിലും ഈ ഒരു സ്പൈഡർ പ്ലാന്റും വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഫൈനലായിട്ടുള്ള ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ. എല്ലാ പണികളും കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ബോർഡർ ഗ്രാസ് ഒക്കെ വാടി തളർന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേര് പിടിച്ച് റെഡി ആയാലേ ഒന്ന് ഹെൽത്തി ആയി നിൽക്കുള്ളൂ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിവിടെ പോർച്ചിൻ്റെ ഒരു സൈഡിലായിട്ട് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഹാങ് ചെയ്യുന്ന സമയത്ത് 2 പ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണു. അങ്ങനെ വീണ്ടും 2ാം പ്രാവശ്യം ചെയ്തെടുത്തതാണ്. അപ്പോൾ ആദ്യത്തെ അത്ര ഒരു ഭംഗിയിൽ ഇപ്പോൾ നിൽക്കണില്ല. ഇത് വീണ്ടും ചെയ്തെടുത്ത കാരണം തന്നെ. എന്തായാലും ഇതൊന്ന് ഹെൽത്തി ആയി ഒന്ന് വേരൊക്കെ പിടിച്ച് കഴിഞ്ഞാലാണ് ഇത് ശരിക്കും അതിൻ്റെ ഒരു ഭംഗി അറിയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക അറിയുന്നവർക്കൊക്കെ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം.